Hello dear learners, welcome back to Summary's Fort. If you are new to this channel, welcome to Summary's Fort. So in this video, we are going to discuss travel writing in India, an overview by K. Sachidanand. അപ്പോൾ ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ആൻ ഓവർവ്യൂ, ഒരു ടോട്ടൽ വ്യൂ, ഒരു ടോട്ടലി ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ എങ്ങനെയെന്നുള്ളതായിരിക്കും ഈ ഒരു വർക്കിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് കെ സച്ചിദാനന്ദൻ്റെ ഒരു വെൽക്കം അഡ്രസ് ആണ്. ആക്ച്വലി വെൽക്കം സ്പീച്ചാണ് ഈ ഒരു ടെക്സ്റ്റ്. അത് ഒരു സെമിനാറിൻ്റെ ആണ്. സെമിനാർ ഇസ് റിലേറ്റഡ് ടു ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ട്രാവൽ റൈറ്റിങ്സിനെ പറ്റിയുള്ള ഒരു സെമിനാറിൻ്റെ വെൽക്കം അഡ്രസ്സിൽ കെ സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റിൽ ഉള്ളത്. സോ ഹൂ ഇസ് കെ സച്ചിദാനന്ദൻ? ഹി വാസ് ബോൺ ഇൻ കൊടുങ്ങല്ലൂർ ഇൻ തൃശ്ശൂർ. ഇസ് എ റിനൗണ്ട് bilingual Indian poet, playwright, prose writer, literary critic and columnist who writes in English and Malayalam. So ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ എഴുതുന്ന ഒരു റൈറ്റർ ഒക്കെയാണ് കെ സച്ചിദാനന്ദൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. പിന്നെ കുറേ പോയംസ്, പ്രോസ് പീസുകൾ ഒക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് വർക്കുകൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ളത് ദ മിസ്പ്ലേസ്ഡ് ഒബ്ജക്ട്സ് ആൻഡ് അതർ പോയംസ്, ദ മിസ്സിംഗ് റിപ്പ്, നോട്ട് ഓൺലി ദ ഓഷ്യൻസ്, വേർഡ്സ് മാറ്റർ, റൈറ്റിംഗ് ഓൺ റിനൈസൻസ് ആൻഡ് സിംഗിങ് ഇൻ ദ ഡാർക്ക്. ഇതൊക്കെയാണ്. ഓക്കെ, സോ ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ആൻ ഓവർവ്യൂ. ഞാൻ പറഞ്ഞു ഇതൊരു വെൽക്കം അഡ്രസ്സാണ് ഡെലിവേർഡ് ബൈ സച്ചിദാനന്ദൻ അറ്റ് ദ നാഷണൽ സെമിനാർ ഓൺ ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ. ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യനെ പറ്റിയുള്ള ഒരു നാഷണൽ സെമിനാറിൻ്റെ വെൽക്കം അഡ്രസ്സാണ്. ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് പനാജി ഇൻ 2002 ഇൻ കൊളാബറേഷൻ വിത്ത് ഗോവ അക്കാഡമി പനാജി. അപ്പോൾ പനാജിയിൽ ഗോവ അക്കാഡമിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നടന്ന ഒരു നാഷണൽ സെമിനാറിൽ ഈ ഒരു വർക്കിൽ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദർ ആർ എ നമ്പർ ഓഫ് സ്റ്റഡീസ് ഓൺ ഫോറിൻ ട്രാവലേഴ്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എക്സിബിറ്റിംഗ് ദ ഓറിയന്റലിസ്റ്റ് ഐഡിയോളജി വൈൽ വെരി ലിറ്റിൽ റിസർച്ച് ഇസ് ഡൺ ഓൺ ട്രാവൽ റൈറ്റിംഗ്സ് ബൈ ഇന്ത്യൻ ഓതേഴ്സ്. അദ്ദേഹം ഫസ്റ്റ് എന്നതിൽ പറയുന്ന കാര്യം ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ എന്നാണല്ലോ സെമിനാറിൻ്റെ പേര്. അപ്പോൾ പറയുകയാണ് ഇന്ത്യയിലെ ട്രാവൽ റൈറ്റിങ്സിനെ പറ്റി അങ്ങനെയൊന്നും സ്റ്റഡീസ് നടന്നിട്ടില്ല. പിന്നെയും റൈറ്റിങ്സ് ഒക്കെ കാണുന്നത് ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു ഓറിയൻ്റലിസ്റ്റ് വ്യൂവിനെ പറ്റിയാണ്. അതായത് ട്രാവൽ റൈറ്റിങ്സ് അല്ല. ഓറിയൻ്റലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വെസ്റ്റിനെ സുപ്പീരിയർ ആക്കിയിട്ട് ഈസ്റ്റിനെ ഒരു താഴ്ന്ന ആൾക്കാരെ പോലെ വെസ്റ്റിനെ ഒരു സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് ഓറിയൻ്റലിസ്റ്റ് വ്യൂ എന്ന് പറയുക. ഈവൻ ദോ ട്രാവൽ റൈറ്റിംഗ് ബിക്കെയിം പ്രീഡോമിനൻറ്റ് ഇൻ കൊളോണിയൽ ഇന്ത്യ, ഇറ്റ് ഹാസ് ഇറ്റ്സ് റൂട്ട്സ് ഇൻ പ്രീ കൊളോണിയൽ ടൈംസ്. അപ്പോൾ കൊളോണിയൽ ടൈംസിലാണ് ട്രാവൽ റൈറ്റിംഗ് ഒന്നും കൂടെ ഡൊമിനൻ്റ് ആയതെങ്കിലും പ്രീ കൊളോണിയൽ ടൈംസിലെ ഇതിന് അത് ഉണ്ടായിട്ടുണ്ട്. ട്രാവൽ റൈറ്റിങ്സിൻ്റെ ഒരു റൂട്ട്സ് അന്ന് മുതലേ അത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ട്രാവലോഗ്സ് ഒക്കെ പോപ്പുലാരിറ്റി നേടിയത്? ആൾക്കാർക്ക് നോളജ് കൂടുമ്പോൾ അല്ലേ എഴുതാനുള്ള, പിന്നെ പൈസ വേണം ട്രാവൽ ചെയ്യാനുള്ള. ഓക്കെ, സോ ദ റൈസ് ഓഫ് എൻ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ വേണം, ആൻഡ് ഇൻക്രീസ്ഡ് മൊബിലിറ്റി, മൂവിങ് ഒക്കെ സിമ്പിളായി. അപ്പോഴാണ് ട്രാവലോഗ്സ് ഒക്കെ പോപ്പുലർ ആവുന്നത്. ട്രാവലോഗ്സ് വിൽ കണ്ടിന്യൂ ടു ബി ഇൻ വോഗ് ഇൻ സക്സീഡിങ് സെഞ്ചുറീസ് ടു. പിന്നെ ഓതർ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ട്രാവൽ മാത്രമല്ല, അതിനൊരു മെറ്റഫറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ഒരു നമ്മൾ സ്വപ്നം കാണുന്നത് വരെ ആ ജേർണി ഓഫ് ഇമാജിനേഷൻ, നമ്മളെ ലൈഫ്, നമ്മളുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്, ഒരു ട്രാവലാണ്. ഓക്കെ, മരണം, ഇതിനെല്ലാം ഒരു യാത്രയോട് ഉപമിക്കുന്നുണ്ട് ഇന്ത്യക്കാർ. ഇൻ ഷോർട്ട് ദ റൈറ്റർ സേസ് ദാറ്റ് ഓൾ റൈറ്റിംഗ് ക്യാൻ ഇൻ സം വേ ബി പെർസീവ്ഡ് ആസ് ട്രാവൽ റൈറ്റിംഗ്. അപ്പോൾ എല്ലാ റൈറ്റിങ്സും ഒരു രീതിയിൽ ട്രാവൽ റൈറ്റിംഗ് ആയിട്ട് കാണാം. അത് ലൈഫിൻ്റെ ഒരു ട്രാവലിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയാലോ. അപ്പോൾ ഒരു ട്രാവൽ റൈറ്റിംഗ് ആയിട്ട് കാണാമെന്നാണ് അദ്ദേഹം ഈ ഒരു വർക്കിൽ പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ചെറിയൊരു കട്ട് ഷോട്ട് എന്താ അതിലുള്ളതെന്നാണ്. ഇനി നമുക്ക് ആ വർക്കിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള ചാപ്റ്റേഴ്സിൽ കുറച്ചൊരു ലെങ്തിയർ ആയിട്ട് തോന്നാം ഈ ചാപ്റ്റർ. പക്ഷെ സിമ്പിളാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. പിന്നെ കുറേ ബുക്സിൻ്റെ ഓതേഴ്സിൻ്റെ ഒക്കെ പേരുകൾ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കണമെന്നില്ല. കുറച്ച് എക്സാമ്പിൾസ്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, എക്സാമിന് പോയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വെൽക്കം സ്പീച്ചിൽ സച്ചിദാനന്ദൻ പറഞ്ഞതെന്ന് നോക്കാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? ഐ എം ഡിലൈറ്റഡ് ടു വെൽക്കം യു ടു ദ സെമിനാർ ഓൺ ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ, പ്രോബബ്ലി ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ബീങ് ഓർഗനൈസ്ഡ് ബൈ ദ സാഹിത്യ അക്കാഡമി ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഗോവ കലാ അക്കാഡമി. അപ്പം സാഹിത്യ അക്കാഡമിയും ഗോവ കലാ അക്കാഡമിയും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ട് ഇത്തരത്തിൽ നടത്തുന്ന ഒരു സെമിനാർ ആവാം ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു ഏരിയയിൽ എന്ന് പറയുകയാണ്. ട്രാവൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ നല്ലൊരു പ്ലേസ് ആണ് അല്ലേ ഗോവ. പലരുടെയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അവിടെ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, പലരുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം ആദ്യം മുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഇന്ത്യയിലെ റൈറ്റേഴ്സിൻ്റെ ട്രാവൽ റൈറ്റിംഗ് അല്ല സ്റ്റഡി ചെയ്യുന്നത്, ഇന്ത്യയുടെ ഒരു ഓറിയൻ്റലിസ്റ്റ് പെർസെപ്ഷൻ, ആ വ്യൂവിനെ പറ്റിയാണ് ഫോറിൻ ട്രാവലേഴ്സൊക്കെ എഴുതുന്നത് എന്നാണ്.
സോ വെരി ലിറ്റിൽ റിസർച്ച് ഹാസ് ബീൻ ഡൺ ഓൺ ട്രാവൽ റൈറ്റിംഗ്സ് ബൈ ഇന്ത്യൻ ഓതേഴ്സ്. ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ട്രാവൽ റൈറ്റിംഗ്സ് അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടില്ല. അതൊക്കെ സ്റ്റഡി ചെയ്യണം എന്നുള്ള സെൻസിൽ പറയാണ്. അപ്പോൾ ഓറിയന്റലിസ്റ്റ് വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. വെസ്റ്റേൺ കൾച്ചർ, ഇന്ത്യ വെസ്റ്റേൺ കൾച്ചർ സ്വീകരിക്കാൻ വളരെ താല്പര്യപ്പെടുന്ന ഒരു കൺട്രിയാണ് അല്ലേ. ഇന്ത്യയിലുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് വെസ്റ്റേൺ കൾച്ചർ നമ്മളുടെ ഭാഗമായി കഴിഞ്ഞു. ഫുഡാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും ഒക്കെ. അപ്പം വെസ്റ്റിനൊരു പ്രയോറിറ്റി കൊടുക്കുക, ഓറിയൻ്റൽ ഏരിയ ഈസ്റ്റിനെ ഒരു അതറായിട്ട് കാണുക, ഒരു ഇൻഫീരിയർ ആയിട്ട് കാണുക. അതിനാണ് ഓറിയൻ്റലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഐഡിയോളജിനെ ആൾക്കാർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ട്രാവൽ റൈറ്റിങ്സിനെ പറ്റിയൊന്നും ഫോറിൻ ട്രാവലേഴ്സ് പറയുന്നില്ല. പിന്നെ അവരുടെ മുന്നത്തെ സെമിനാർസിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യൻ ലിറ്റററി ഹിസ്റ്റോറിയോഗ്രഫി, ഇന്ത്യൻ ഓട്ടോബയോഗ്രഫി ഫീൽഡിലൊക്കെ സെമിനാർസ് നടന്നിട്ടുണ്ട്. ദളിത് റൈറ്റിംഗ്, ട്രൈബൽ റൈറ്റിംഗ്, അങ്ങനെ കുറേ ഏരിയയിൽ നടന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ സ്റ്റാർട്ടിങ് അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യത്തിനെ പറ്റിയാണ്. ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ട്രാവൽ റൈറ്റിങ്ങിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല, ഫോറിൻ ട്രാവലേഴ്സ് ആരും അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ദ ഐഡിയ ഓഫ് ട്രാവൽ ഹാസ് ഓൾവേസ് ഫാസിനേറ്റഡ് ഇന്ത്യൻ ഇമാജിനേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇമാജിനേഷൻ, ഇന്ത്യയിൽ ട്രാവലുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് ഇന്ത്യക്ക്. ഓക്കെ, ഇന്ത്യയുടെ കുറേ പണ്ടത്തെ ഡിവോഷണൽ ബുക്കുകളൊക്കെ പറയുന്നത് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെൻസിൽ യാത്ര ഉണ്ടാവും എന്ന് ഇദ്ദേഹം ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നോവലുകളൊക്കെ കൊളോണിയൽ എൻകൗണ്ടറിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായതാണ്. ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുണ്ടാകുമ്പോഴാണല്ലോ നോവൽസ്, പോയിംസ് ഒക്കെ എഴുതുക. അതുപോലെ തന്നെ ട്രാവലോഗും അങ്ങനെ ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. ദോ ലൈക്ക് ദ നോവൽ, ട്രാവലോഗ് ഇൻ ദ മോഡേൺ സെൻസ് ഇസ് ഓഫൻ കൺസിഡർഡ് ടു ബി ദ പ്രോഡക്റ്റ് ഓഫ് കൊളോണിയൽ എൻകൗണ്ടർ. One can also trace the elements of travel writing, again like that of the novel, to pre-colonial times. നോവലിൻ്റെ പോലെ തന്നെ ട്രാവൽ റൈറ്റിങ്ങിൻ്റെയും ഒരു ഉത്ഭവം ട്രേസ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രീ കൊളോണിയൽ ടൈംസിലേക്കാണ് എത്തുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എലമെൻറ്റ്സ് ഓഫ് ട്രാവലോഗ് എക്സിസ്റ്റ് ഇൻ ഫിക്ഷണൽ അക്കൗണ്ട്സ് ഓഫ് ദിഗ്വിജയാസ്. അപ്പോൾ ദിഗ്വിജയ പണ്ടത്തെ എപ്പിക്കാണ്. അതിൽ ഡിവോഷണൽ അക്കൗണ്ട്സ് ഓഫ് പിൽഗ്രിമേജസ് അണ്ടർടേക്കൺ ബൈ സെയിൻറ്റുകൾ നടത്തുന്ന ഡിവോഷണൽ യാത്രകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളിൽ നമുക്ക് ട്രാവൽ റൈറ്റിംഗ് കാണാൻ പറ്റും. പിന്നെ ഹോം സിക്ക് ലവേഴ്സ് ഉണ്ട്, ലൈക്ക് യക്ഷൈൻ, കാളിദാസസ് മേഘദൂതം. കാളിദാസൻ്റെ മേഘദൂതം എന്ന് പറയുന്ന വർക്കിൽ ഹോം സിക്ക് ലവേഴ്സിനെ പറ്റി പറയുന്നത് യക്ഷ. ഓക്കെ, അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ട് സന്ദേശകാവ്യാസ്, മെസ്സേജ് പോയംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു തരത്തിൽ നമുക്ക് പ്രീ കൊളോണിയൽ ടൈംസിലെ ഒരു ട്രാവൽ റൈറ്റിങ്സാന്ന് പറയാം. all of them are thick with descriptions of season, place and people. അപ്പോൾ ഇതിലൊക്കെ സീസൺ, പ്ലേസ്, പീപ്പിൾ, നമ്മൾ പോകുന്നൊരു സ്ഥലത്തിൻ്റെ സീസണ്, പ്ലേസ്, പീപ്പിൾ, കൾച്ചർ ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെയാണ് ട്രാവൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൽ റിച്ച് ആയിട്ട് തന്നെ ഉണ്ടെന്ന് പറയുകയാണ്. ദ മിഡിൽ ഏജസ് പ്രൊഡ്യൂസ് ട്രാവലോഗ്സ് ഓഫ് സെയിൻസ് ലൈക്ക് നാംദേവ്സ് തീർത്ഥയാത്ര ഇൻ മറാത്തി. അപ്പോൾ മിഡിൽ ഏജിൽ നാംദേവിൻ്റെ തീർത്ഥയാത്ര മറാത്തിയിലുള്ളത്, ഇങ്ങനത്തെ സെയിൻറ്റുകളുടെ ട്രാവലോഗ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. Then travelogue in Leela Charitra, the Marathi biography of Sri Chakradhara by Maimbat, a Mahanubhav writer. അപ്പോൾ ഒരു മറാത്തി ബയോഗ്രഫിയാണ് ലീല ചരിത്ര. ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ടൈംസിലെ കുറച്ച് വർക്ക്സ് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ഓരോ വർക്ക്സ് പറഞ്ഞുകൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഒരു 18th, 19th, 20th സെഞ്ച്വറി ആ ഒരു ടൈമിൽ 18th to 19th സെഞ്ച്വറിയിലൊക്കെ ഒരു ട്രാവൽ റൈറ്റിങ്സിൻ്റെ ഒരു ലിസ്റ്റാണ് പഠിക്കാനുള്ളത്. കുറേ ട്രാവൽ റൈറ്റിങ്സ് എക്സാമ്പിൾ ഈ ഒരു വെൽക്കം സ്പീച്ചിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിലോരോന്നാണ് 1448, 1421 ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് എല്ലാം ചിലപ്പോൾ ഓർമ്മ കാണില്ല, കാരണം പല ലാംഗ്വേജിലുള്ളതാണ്, മറാത്തി, സാൻസ്ക്രിറ്റ്, നേപ്പാളിയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് മാത്രം കുറച്ച് എക്സാമ്പിൾസ് നോട്ട് ചെയ്യാം, എന്നിട്ട് മനസ്സിലാക്കുക എന്ത് ട്രാവൽ റൈറ്റിംഗ് പ്രീ കൊളോണിയൽ ടൈംസിലേ ഉണ്ട് എന്നുള്ളത്. ഇനി ദ ഫസ്റ്റ് മലയാളം ട്രാവലോഗ് വർത്തമാന പുസ്തകം ഓർ റോമയാത്ര ബൈ പാറേമക്കിൽ തോമക്കത്തനാർ. അപ്പോൾ പാറേമക്കിൽ തോമക്കത്തനാറിൻ്റെ വർത്തമാന പുസ്തകം അല്ലെങ്കിൽ റോമയാത്ര എന്ന് പറയുന്ന വർക്കാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ഒരു യാത്രാവിവരണം. ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ യാത്രാവിവരണം. ഓക്കെ, അത് 18th സെഞ്ച്വറിൻ്റെ ലാസ്റ്റിൽ എഴുതിയതാണ്. സോ അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസായ ആലങ്ങാട്, സെൻട്രൽ കേരളയിലെ ആലങ്ങാട്, കേരളയിലെ ആലങ്ങാടിൽ നിന്നും റോമിലേക്ക് ഉള്ളൊരു യാത്രയാണ്.
അവിടുത്തെ സിറിയൻ ജാക്കോബൈറ്റ് ചേർച്ച് നേറ്റീവ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം റോമിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ചാണ് വർത്തമാന പുസ്തകം അല്ലെങ്കിൽ റോമയാത്രയിൽ അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം പോയത് എലോങ് വിത്ത് കരിയാട്ടിൽ യോസേപ്പ് മാൽപ്പൻ ആൻഡ് വെൻറ്റ് ഓൺ ഫൂട്ട് ടു മദ്രാസ്, നടന്നുകൊണ്ട് മദ്രാസിൽ പോയി കേരളയിൽ നിന്ന്. ദെൻ ബൈ സീ ടു റോം ബൈ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, എന്നിട്ട് കടൽ മാർഗം റോമിലെത്തി. ഓക്കെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, സൗത്ത് അമേരിക്ക, ലിസ്ബണൊക്കെ വഴി സെയിലിംഗ് അക്രോസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ടു ഐസ്, അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയൊക്കെ. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് ഈ റോമയാത്രയിൽ പറയുന്നത്. വോയേജ് ലാസ്റ്റഡ് ഓൾമോസ്റ്റ് 8 years ആൻഡ് എൻറ്റർഡ് ഇൻ ഗോവ ഇൻ 1786. 8 വർഷത്തോളം ആ യാത്ര പോയി. 1786 ഗോവയിൽ അത് അവസാനിച്ചു. കാരണം എന്താ? മാൽപ്പൻ ഡൈഡ് ഓഫ് ഫീവർ. കൂടെ ഉണ്ടായിരുന്ന മാൽപ്പൻ പനി വന്ന് മരണപ്പെട്ടു. അപ്പോൾ അന്ന് ആലോചിക്കണം, 1786 അന്നൊക്കെ അത്രയും സ്ഥലം പോയി വരാനൊക്കെ 8 വർഷം എടുക്കും. എല്ലാ സൗകര്യങ്ങളും കുറവാണ്. പ്രോപ്പർ മാപ്പില്ല, ക്യാഷ് ഇടുന്നത്ര ഇല്ല, പിന്നെ സൗകര്യങ്ങളില്ല, മൊബിലിറ്റി ഇല്ല, എല്ലാം കുറവാണ്. ഓക്കെ, അപ്പം ഇതൊരു 18th century ലാസ്റ്റിലാണ് ഈ ഒരു മലയാളം ട്രാവലോഗ് എന്ന് പറഞ്ഞല്ലോ. ഇനി 19th century ആയിപ്പോയിക്കും. ബൈ ദ എൻഡ് ഓഫ് 19th century ഇന്ത്യൻ ട്രാവലോഗ് സീംസ് ടു ഹാവ് കം ഓഫ് ഏജ്. ഓൾമോസ്റ്റ് അറൗണ്ട് ദ സെയിം ടൈം വി ഫൈൻഡ് ട്രാവൽ റൈറ്റിംഗ് എമേർജിങ് ആസ് എ മേജർ ലിറ്റററി ജോണർ. ഇപ്പോൾ 19th century ലാസ്റ്റിലായപ്പോഴേക്കും ട്രാവൽ റൈറ്റിംഗ് ഒരു മേജർ ലിറ്റററി ജോണറായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിനുള്ള റീസൺ? വൺ റീസൺ ഇസ് ദ കൊളോണിയൽ എൻകൗണ്ടർ ദാറ്റ് പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, കൊളോണിയൽ എൻകൗണ്ടർ കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ പ്രൊമോട്ട് ചെയ്തു, അവരുടെ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ റൈറ്റിംഗ് അതിലൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ദെൻ ദ എമർജൻസ് ഓഫ് പബ്ലിക് സ്ഫിയർ ആൻഡ് ആൻ എലൈറ്റ് ദാറ്റ് കുഡ് എഫോർഡ് ടു ട്രാവൽ. അപ്പം ട്രാവൽ എന്ന് പറയുന്നതിന് പൈസയും വേണം. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എലൈറ്റ് വരാൻ തുടങ്ങി. ഓക്കെ, ദെൻ ദ ബർത്ത് ഓഫ് ലിറ്റററി മാഗസിൻസ്, പിന്നെ ഗ്രേറ്റർ മൊബിലിറ്റി, പിന്നെ റെയിൽവേ, ലാൻഡ്, വാട്ടർ ട്രാൻസ്പോർട്ട് മാർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന യാത്രകൾ ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഡെവലപ്പ് സിറ്റീസായ ഇംഗ്ലണ്ടിലേക്കൊക്കെ മാറുക. പിന്നെ പിൽഗ്രിമേജ് ആയിട്ട് ഹോളി പ്ലേസിലേക്ക്, പ്രത്യേകിച്ചും കാശി എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയി മാറി. അപ്പോൾ കാശിയിലേക്ക് പോവുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രധാന ട്രാവൽസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ട്രാവലോഗ് അധികം എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ ഇറ്റ് വിൽ ബി ഓൾ മെയിൽ ആൻഡ് ഓൾ മിഡിൽ ക്ലാസ്, മോസ്റ്റ്ലി അപ്പർ മിഡിൽ ക്ലാസ്. അധികം പേരും ആണുങ്ങളായിരിക്കും, മെയിലായിരിക്കും. ഓക്കെ, മിഡിൽ ക്ലാസ് ആയിരിക്കും, അപ്പർ മിഡിൽ ക്ലാസ് ആയിരിക്കും. കാരണം എന്താ? പൈസ വേണം. പിന്നെ പുരുഷന്മാർക്കാണ് ഒന്നും കൂടെ ട്രാവൽ ചെയ്യാൻ സുഖമായിരുന്നത്. സ്ത്രീകൾക്ക് മറ്റ് വീട്ടു ജോലികൾ നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ മിഡിൽ ക്ലാസ് ആൾക്കാരെക്കാളും ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ടുള്ളവരായിരിക്കും പുവർ വർക്കേഴ്സ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് അങ്ങനെ മാറി മാറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ടുള്ളവരാവും വർക്കേഴ്സ്. പക്ഷേ അവർക്ക് അവരുടെ എക്സ്പീരിയൻസുകൾ എഴുതാൻ വേണ്ടിയിട്ട് അത്ര നോളജ് ഇല്ല, ഇല്ലിറ്ററേറ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ കുറേ അൺറിട്ടൺ ട്രാവലോഗ്സ് ഉണ്ട് എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ഗുണഭിറാം ബറാവുവിൻ്റെ സോമർ ഭ്രമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അസമിവ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള ട്രാവലിനെ പറ്റിയുള്ളതാണ്. പിന്നെ സഞ്ജീബ് ചതോപാധ്യായ് ഹിമാലയനെ പറ്റി കുറേ എഴുതിയിട്ടുണ്ട്. പ്രബോധ് കുമാർ സനിയലിൻ്റെ ഒരു ഹിമാലയ എന്ന് പറയുന്ന വർക്ക് ഉണ്ട്. ജലധർ സെൻ്റെ ഹിമാലയ എന്ന് പറയുന്ന വർക്ക് ഉണ്ട്, അത് ബംഗ്ലാലാണ്. കേശവ് ചന്ദർ സെൻ്റെ ഡയറീസ് ഓൺ ഹിസ് ട്രാവൽ ഫ്രം കൽക്കട്ട ടു ഇംഗ്ലണ്ട് ഉണ്ട് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇങ്ങനെ കുറേ വർക്ക്സ്. പിന്നെ ഇതാ കുറേ വർക്ക്സ് പറയാം, 1870, 1860 കുറേ 18th ഓക്കെ 19th century ഒരുപാട് വർക്ക്സ്. ഇത് മൊത്തം വർക്ക്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വായിച്ച് നോക്കുക എല്ലാ വർക്ക്സും. നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി, കംപ്ലീറ്റ്ലി പഠിക്കണമെന്നില്ല. അപ്പോൾ കുറേ വർക്ക്സ് പറയുകയാണ്. ഇതൊക്കെ 19th century ട്രാവലോഗ്സിന് എക്സാമ്പിളാണ്. ഈ ലാംഗ്വേജസ് പല ലാംഗ്വേജിൽ, ഉറുദു, ഇംഗ്ലീഷ്, മറാത്തി, അറേബ്യ, കുറേ ലാംഗ്വേജിൽ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ട്രാവൽ റൈറ്റിംഗ് അങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് ഓഫ് 20th century എത്തി. ഓക്കെ, എനിവേ പ്ലേസസ് വിസിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലധികം കാശിയിലേക്ക് പോയതും പിന്നെ ഹിമാലയയിലേക്ക് പോയതും എന്ന രീതിയിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അന്ന് അത്രയും ട്രാവലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലണ്ട് ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, റഷ്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, ചൈന ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്. ഓക്കെ, പിന്നെ സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ അവിടെ ഒക്കെ കുറവാണ്. പിന്നെ ഈ ഫാക്ച്വൽ ട്രാവലോഗ്സ്, ഈ റിയൽ ആയിട്ടുള്ള ട്രാവലോഗ്സിൻ്റെ കൂടെ കുറച്ച് ഫിക്ഷണൽ വൺസും ഉണ്ടാവും. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനേഷൻ, നമുക്ക് എന്ത് ഇമാജിൻ ചെയ്യാം അല്ലേ? ഒരു സ്ഥലം, ഒരു യാത്ര നമുക്ക് ഇമാജിൻ ചെയ്യാം, നമുക്ക് ഇമാജിൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ മൈൻഡിൽ. അപ്പോൾ അങ്ങനെയും ട്രാവലോഗ്സ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ട്രാവൽ റൈറ്റേഴ്സിൻ്റെ പേരാണ് ഇനി പറയുന്നത്. വീരേന്ദ്രകുമാർ ഭട്ടാചാര്യ, നവകൻ ബറ, രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദ, അങ്ങനെ EMS നമ്പൂതിരിപ്പാടൊക്കെ ഉണ്ട്, പോൾ ജക്കറിയ. നിങ്ങൾക്ക് ഓർമ്മയുള്ള പേരുകൾ അവിടെ വെക്കുക. അമിതാഭ് ഘോഷ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞു ഇന്ത്യയിലെ ട്രാവൽ റൈറ്റിങ്സിനെ പറ്റി അങ്ങനെ സ്റ്റഡി ചെയ്യപ്പെടുന്നില്ല എന്നും പിന്നെ ഇന്ത്യയിലെ ട്രാവൽ റൈറ്റിംഗ് എപ്പോൾ മുതലുണ്ട്, പ്രീ കൊളോണിയൽ ടൈംസ് മുതലുണ്ട് എന്നുള്ള കാര്യവും. പിന്നെ ഒരു കാര്യം കൂടാണ് ഈ ഓഥർ ഈ ഒരു വർക്കിൽ പറയുന്നത്. അതെന്ന് പറയുന്നത് ഇന്ത്യൻസ് ഇൻ ട്രാവൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യാത്ര മാത്രമല്ല, അതൊരു മെറ്റഫറായിട്ട് ജേർണി ഓഫ് ലൈഫ്, ഡെത്ത്, അല്ലെങ്കിൽ ഈ ജേർണി ഓഫ് ഇമാജിനേഷൻ, ഇതൊക്കെ ആയിട്ടും ഒരു കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റിൽ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് പാർട്ട് എത്തിയിട്ടുണ്ട്. ഇൻ ഇന്ത്യ വിത്ത് ഇറ്റ്സ് ട്രഡീഷൻ ഓഫ് യൂസിങ് ട്രാവൽ ആസ് എ മെറ്റഫർ ഫോർ എവറിത്തിങ് ഇൻക്ലൂഡിംഗ് ദ ജേർണീസ് ഓഫ് ഇമാജിനേഷൻ, ലൈഫ് ആൻഡ് ഡെത്ത്, ഓൾ റൈറ്റിംഗ് ക്യാൻ ഇൻ സം വേ ബി കൺസ്ട്രക്റ്റഡ് ആസ് ട്രാവൽ റൈറ്റിംഗ്. അപ്പം എല്ലാ റൈറ്റിങ്ങും ഒരു രീതിയിൽ ട്രാവൽ റൈറ്റിംഗ് ആണെന്ന് പറയാം ഇന്ത്യയിൽ എന്ന് പറയാം. ഓക്കെ, ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ട്രാവൽ ത്രൂ ലൈഫ്, ഒരാളുടെ ജീവിതത്തിലൂടെയുള്ള ട്രാവലാണ് ബയോഗ്രഫി എന്ന് പറയുക. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എൻ അക്കൗണ്ട് ഓഫ് ജേർണി ഓഫ് സെൽഫ് ത്രൂ ദ വേൾഡ്. നമ്മളെ സെൽഫ് ജേർണി ത്രൂ ദ വേൾഡ് അതിനെപ്പറ്റി എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി അല്ലേ. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ട്രാവൽ ത്രൂ സംബഡീസ് ലൈഫ് എന്നുള്ളത്. ഇനി അങ്ങനെയുള്ള യാത്രകൾ മാത്രമല്ല, വേറെ യാത്രകൾ ആണ് ദണ്ഡി യാത്ര, രഥ് യാത്ര, ഇങ്ങനത്തെ യാത്രകളും ഉണ്ട്. അവരുടെ അക്കൗണ്ടുകളും എക്സ്പീരിയൻസും നമുക്ക് ട്രാവലോഗ്സ് ആയിട്ട് പറയാം. ഇപ്പോൾ ട്രാവലോഗ് എന്ന് പറഞ്ഞാൽ അത് ലിറ്ററേച്ചർ മാത്രമല്ല, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി റിയൽമാണ് അതുള്ളത്. അതിൽ ലിറ്ററേച്ചർ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ ബീങ്സ്, കൾച്ചർ, അതിൻ്റെയൊക്കെ സ്റ്റഡി. അപ്പം അത് ജിയോഗ്രഫി, എക്കണോമിക്സ്, എത്നോഗ്രഫി, ഈവൻ ലിംഗ്വിസ്റ്റിക്സ് അക്രോസ് വൺ അനദർ, thus turning it into a proper subject of intercultural studies. It can be used as a site for raising ക്വസ്റ്റ്യൻസ്. അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൊരു സൈറ്റായിട്ട് അത് കാണാം. എല്ലാത്തിനായിട്ട് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആണ് ട്രാവലോഗ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എൻഡ് ചെയ്യുന്നത്, ഐ ഹോപ്പ് ദിസ് സെമിനാർ വിൽ റേസ് സീരിയസ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡിവേഴ്സ് ഡിസിപ്ലിൻസ്. പല ഏരിയയിൽ നിന്നുള്ള ഇൻ്റർ ഡിസിപ്ലിനറി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ഈ ഒരു സെമിനാറിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. സെമിനാർ ഉഷാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വെൽക്കം സ്പീച്ച് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് ഈ ചാപ്റ്ററിൽ. 2-3 കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് എവിടെ വെച്ച് നടന്ന വെൽക്കം സ്പീച്ചാണ്. പിന്നെ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ വർക്ക്സ് അങ്ങനെ സ്റ്റഡി ചെയ്യുന്നില്ല. പിന്നെ 18th century 19th centuryയിലൊക്കെ കുറച്ച് റൈറ്റിങ്സ്. ഫസ്റ്റ് മലയാളം ട്രാവലോഗ് ഏതാണ്? വർത്തമാന പുസ്തകം അല്ലെങ്കിൽ റോമയാത്ര, അത് 19th centuryയിലെ റൈറ്റിങ്സിന് കുറച്ച് എക്സാമ്പിൾസ്. പിന്നെ കാശി, ഇംഗ്ലണ്ട്, അതൊക്കെയാണ് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് എന്നുള്ളത്. പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് അധികവും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിരുന്നു എന്നുള്ളതും. വീണ്ടും കുറേ എക്സാമ്പിൾസ്, ഒരു 1-2 പേജ് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എല്ലാം ഒന്നും ബൈഹേർട്ട് ചെയ്യണം എന്നില്ല. കുറച്ച് നിങ്ങളെ മൈൻഡിൽ വെക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് 18th centuryത്തും 19th centuryത്തും ഒക്കെ കുറച്ച് പഠിച്ച് വെക്കുക. ഓക്കെ, കുറേ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫൈനലി ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, പിന്നെ മറ്റ് യാത്രകളായ ദണ്ഡി യാത്ര, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് ട്രാവലോഗ്സ് ഒക്കെ ഇൻ്റർ ഡിസിപ്ലിനറി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് എൻഡ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. സംഭവം സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ ആ ചാപ്റ്റർ പോയിട്ടൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.